For our next song, let's sing hymn number 526, Because He Lives.
For our next song, let's sing hymn number 272, Give Me the Bible. Good morning, dear church members. I would like to welcome each and every one of you for our divine service this morning. May God bless you as you worship Him today. എല്ലാ സഭാവിശ്വാസികളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പം എനിക്ക് വിശ്വാസമുണ്ട് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹവും എല്ലാവർക്കും ഇന്ന് അനുഭവിക്കുമെന്ന് വിശ്വാസമുണ്ട്. രണ്ട് മൂന്ന് അനൗൺസ്മെൻറ്റ്സ് ഉണ്ട്, നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. We have a few announcements. Please pay close attention. The PCM Sports, ഈ പബ്ലിക് ക്യാമ്പസ് മിനിസ്ട്രിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പോർട്സ് നാളെ ഞായറാഴ്ചയായിരുന്നു, പക്ഷേ അത് പോസ്റ്റ്പോൺ ചെയ്തേക്കുക. സോ പ്ലീസ് ടേക്ക് നോട്ട്. അതിൻ്റെ ഡേറ്റ് വേറെ ഒരു ദിവസം അവർ നമ്മളെ അന്വേഷിക്കും. ദേ വിൽ ഇൻഫോം us. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും,
ഗ്രൂപ്പിലും പല ആൾക്കാർ നിങ്ങളോട് പറഞ്ഞു കാണും. നമ്മുടെ ചർച്ച് മെമ്പർ മിസ്സസ് ശാന്തമ്മ ജോയൽ 18-ാം തീയതി രാത്രി she passed away, and we are all very sad about it. I always had the opportunity to go and meet her at her home, and she was always cheerful, very welcoming and very loving. Very unfortunate. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായത്. ഇച്ചിരി ലേറ്റായി നമുക്ക് ഈ വാർത്ത നിങ്ങളോട് പറയാനായിട്ട്, ബിക്കോസ് അവരുടെ മക്കൾ വന്നിട്ടില്ലായിരുന്നു. അത് അവരുടെ ഡാഡിയോട് പറയാനായിട്ട് അവർക്ക് വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വന്നു കഴിഞ്ഞിട്ട് അവരുടെ പപ്പയോട് പറയാനായിട്ട് അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഇച്ചിരി ഡിലേ ആയി എല്ലാവരോടും പറയാനായിട്ട്. So but let us keep them in prayer. Let's keep this family in prayer, and I believe that with our prayers, with our visits to their home, they will feel the sense of comfort. The funeral service is planned on Tuesday. ചൊവ്വാഴ്ച നവംബർ 25-ാം തീയതി ഈ ഫ്യൂണറൽ സർവീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. 10 മണിക്ക് നമുക്ക് പുള്ളിക്കാരിയെ കാണാം. യു ക്യാൻ സീ ഹർ ബോഡി. 10 മണിക്ക് അവരുടെ വീട്ടിൽ. പിന്നെ 1:30 വീട്ടിലുള്ള ആരാധന തുടങ്ങും. 1:30. പിന്നെ 3:30 ഈ പള്ളിയിലാണ് കൊണ്ടുവരാൻ പോകുന്നത്. So keep these timings in mind, and please participate in the funeral service. ഇത് നമുക്ക് എല്ലാവർക്കും ഒരു റിയാലിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഫാമിലിയെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കംഫർട്ട് ചെയ്ത് നമ്മൾ വരണം. അതിൻ്റെ മുന്നേ ഞായറാഴ്ചയും തിങ്കളാഴ്ച അവരുടെ വീട്ടിൽ 4:30 വൈകുന്നേരം പ്രാർത്ഥന കാണും. അത് നാളെ വൈകിട്ടും തിങ്കളാഴ്ച വൈകിട്ടും 4:30. സോ സഭാവിശ്വാസികളെ എല്ലാവരും വരണം എന്ന് ആഗ്രഹിക്കുന്നു. സോ പ്ലീസ് ടെൽ എവറി വൺ ഹു വുഡ് ലൈക്ക് ടു, നമ്മുടെ പള്ളിയിലല്ലെങ്കിലും ഇഫ് യു വാണ്ട് ടു ടെൽ ദം ടു കം ഫോർ ദ വർഷിപ്പ് അറ്റ് ദെയർ ഹോം, ഇറ്റ്സ് അറ്റ് 4:30. 4:30 ആ വർഷിപ്പ് കാണും. ഈ പള്ളി വരാതിരുന്ന ആൾക്കാരോടും പറയണം, സോ ദാറ്റ് ദേ ക്യാൻ ഗോ ആൻഡ് be there for the worship of comfort to the home at 4:30 Sunday and Monday. So another very important observation. അന്ന് ഈ സംഗതി കേട്ടപ്പോഴേ മിസ്റ്റർ സന്തോഷ്, നമ്മുടെ ചേർച്ച് മെമ്പർ, എന്നോട് വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ എന്താവാ ഇങ്ങനെ ഈ ചെറിയ ഇടവേളയിൽ ഇത്രയും മരണങ്ങൾ സംഭവിക്കുന്നത്? ആൻഡ് ഞാൻ എന്തോ പറയണ്ടേ, ഐ ഡോണ്ട് ഹാവ് എനി ആൻസർ ടു ദാറ്റ്. സോ പുള്ളി തന്നെ പറഞ്ഞ്, സാറ് നമുക്ക് നമ്മുടെ പള്ളിയിൽ പ്രാർത്ഥന നമ്മൾ വെക്കണം. വി ആർ നോട്ട് പ്രേയിങ് മച്ച്. ആൻഡ് ഐ തോട്ട് ഇറ്റ് ഈസ് റൈറ്റ്. ഞാൻ ഒരു കാര്യം പറയാം എന്ന് പറഞ്ഞാൽ, നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് 3 ആരാധനയുണ്ട് ആഴ്ചയിൽ. ഒരെണ്ണം ബുധനാഴ്ചയുണ്ട്, ഒരെണ്ണം വെള്ളിയാഴ്ചയുണ്ട്, മറ്റേത് ഇന്ന് ശനിയാഴ്ച. ബുധനാഴ്ച ആരും വരത്തില്ല, ജസ്റ്റ് ഹോസ്റ്റൽ കുട്ടികളും അവരുടെ ഡീൻസ് മാത്രമേ വരത്തുള്ളൂ. വെള്ളിയാഴ്ചയും മിക്കവാറും ഹോസ്റ്റൽ സ്റ്റുഡൻസേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പസിൻ്റെ അടുത്ത് 1-2 പേര് വരും. അത് ചില കാരണങ്ങൾ നമ്മൾ പറയും. ഞങ്ങൾ വന്നിട്ട് ഇരുട്ടിപ്പോവും, അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പാടാ. വരാൻ സാധ്യതയുള്ള ആൾക്കാർ വരണം. ദൈവത്തിൻ്റെ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ, നമ്മൾ വേറെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിഞ്ഞ് മാറി നിൽക്കത്തില്ല. സോ പ്ലീസ് കം അറ്റ്ലീസ്റ്റ് ഫോർ ദ റെഗുലർ വർഷിപ്പ്. പിന്നെ ഒരു സ്പെഷ്യൽ പ്രെയർ നമുക്ക് നടത്താം, അത് പ്രശ്നമില്ല. പക്ഷെ ഒരു ഹെൽത്തി സഭക്കാർ എന്ന് പറയുന്നത്, വിശ്വാസം
ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു 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 വിശ്വാസികളാണെങ്കിൽ പള്ളി ഉള്ള ആരാധന നമ്മൾ വരും, മുടക്കാതെ വരും. ചിലപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. ഞാൻ പള്ളി വരുന്നത് എനിക്ക് വേണ്ടിയാണ്. അങ്ങനല്ല. പള്ളി വരുന്നത് നമുക്ക് മാത്രമല്ല, നമ്മുടെ പള്ളിയുടെ സഭക്കാർക്ക്, കൊച്ചുങ്ങൾക്കും പ്രായമുള്ള ആൾക്കാർക്കും നമ്മൾ വരിക. അവരെ സ്നേഹിക്കാനും അവരുടെ കൂടെ ഒത്തുചേരും ഒന്ന് പ്രാർത്ഥിക്കാനും ദൈവത്തെ സ്തുതിക്കാനും വർഷിപ്പ് ചെയ്യാനും നമ്മൾ വരിക. നോട്ട് ജസ്റ്റ് ഫോർ അവർ സെൽസ്. ഡോണ്ട് ബി വെരി സെൽഫിഷ്. എനിക്ക് വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വരത്തില്ല. നിങ്ങൾ വരാതിരിക്കുമ്പോൾ മറ്റവർക്കും നിങ്ങളുടെ കുറവ് കാണും ഈ പള്ളിയിൽ. അതൊന്ന് ആലോചിക്കണം.